ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഞ്ജലി അർജുനോട് പറയേണ്ടത്, ദേ നോക്ക്, ഞാൻ അവസാനമായിട്ട് രാജുവിനോട് ചോദിക്കുകയാണ്, രാജുവിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സാവകാശം വേണ്ട, മതി, എന്നെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ രാജുവിന്റെ വീട്ടിലേക്ക് ഇപ്പൊ കൊണ്ടുപോകണം. അതല്ലാന്നാണെങ്കിൽ രാജുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി, എനിക്ക് മടുത്തു. വീട്ടിൽ സംസാരിക്കാം, നാളെ സംസാരിക്കാം, മറ്റന്നാൾ സംസാരിക്കാം എന്ന് കേട്ട് മടുത്തു. രാജു ഒന്നില്ലെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ ഇനി രാജുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്റെ കാര്യത്തിൽ രാജുവിന്റെ കാര്യത്തിൽ ഞാനും ഇനി ഒരിക്കലും ഇടപെടാൻ പോകുന്നില്ല. ഗുഡ് ബൈ രാജു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പതുക്കെ നടന്ന് മുൻപിലേക്ക് പോകുമ്പോഴേക്കും അർജുൻ വേഗം തന്നെ അഞ്ജലിയുടെ കൈ പിടിച്ച് വലിക്കുവാണ്. വാ കേറ്, വണ്ടിയിൽ കേറ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റുവാണ്. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അർജുൻ ഒന്നും മിണ്ടാതെ വണ്ടി അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് ഓടിക്കാട്ടോ. അഞ്ജലി അർജുന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അർജുൻ കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ്. അങ്ങനെ വണ്ടിയിൽ കുറച്ച് ദൂരം അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രാഘവനുണ്ണിനെയാണ്. പുള്ളിക്കാരൻ ഓരോരോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുത്തും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ. അവിടേക്ക് നന്ദിനി വരുന്നുണ്ട്. ആഹാ, ഇതുവരെ കഴിഞ്ഞില്ലേ? ഓ, നാളെ കൊടുക്കാണ് അർജുനായിട്ടുള്ളൊരു സംഭവം ചെയ്ത് തീർക്കാനുണ്ട്, അത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക രാഘവനുണ്ണിക്ക് ഒരു കോള് വരുവാണ്. ഹലോ, അതൊക്കെ നാളെ റെഡിയാണ്, നാളെ 11 മണിക്ക് എന്റെ ഓഫീസിലേക്ക് വന്നോ, എല്ലാം ഞാൻ റെഡിയാക്കി വെക്കാം. ഓക്കേടോ, നാളെ ഞാൻ എല്ലാം ചെയ്യാം, ശരി എന്നാ. അതുമായിട്ട് ഫോം വെക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിന്റെ അടുത്ത് പറയേണ്ടത്, നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രത്യേക കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പൊ അത് നാളെ എനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കേസിലേക്ക് തിരിയാൻ പറ്റില്ല. നാളെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ ആദ്യത്തെ ഡ്യൂട്ടി അതാണ് എന്ന് പറയാണ്. നന്ദിനി പറയുന്നുണ്ട്, അതെ, നമ്മളിവിടെ ഇത്രയും മാത്രം വിഷമിക്കുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച അർജുൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം അവൻ ഇവിടെ നിന്ന് പോയതാണ്, ഇതുവരെ അവൻ വീട്ടിലെത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവനെന്തോ താൻ ബാക്കി പറയടോ. അത് പിന്നെ അവനെന്തിനു ചുറ്റിക്കളി ഉണ്ടെന്നാണോ? അതെ, അവൻ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ട്, അത് ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം, നമ്മളോട് ആരും പറയാത്തതാണ് എന്ന് പറയാണ്. നോക്കാം, എന്തായാലും അവൻ എന്തൊക്കെ ചുറ്റിക്കളി ഉണ്ടെങ്കിൽ അതെ, ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് കുറുപ്പിന്, അയാളുടെ മകൾ കാവ്യനെ മാത്രമേ അവൻ വിവാഹം കഴിക്കുള്ളൂ, അതങ്ങനെ തന്നെ നടക്കുള്ളൂ. എന്നാലും നന്ദിനി പറയണ്ട, എന്നാലും ഇപ്പത്തെ പിള്ളേരല്ലേ, എന്ത് പിള്ളേര്, ഒരു കാര്യവുമില്ല, നോക്കിക്കോ, ഞാൻ പറഞ്ഞുറപ്പിച്ച വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്ന് വീണ്ടും പറയാണ് രാഘവനുണ്ണി. എന്നിട്ട് പറഞ്ഞിട്ട് താൻ അതൊന്നും ഒരു ടെൻഷനും ആവണ്ട, വാ നമുക്ക് പോയി കിടക്കാം, എനിക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇത് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി നന്ദിനിയും കൂടി അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജലിനെയും അർജുനെയാണ്. രണ്ടുപേരും കൂടി അങ്ങനെ ശംഖുചക്രത്തിലേക്ക് എത്തിയട്ടോ. അങ്ങനെ ഭയങ്കര ഇരുട്ടാണ്, ശംഖുചക്രത്തിൽ 2-3 ലൈറ്റ് മാത്രമേ തെളിയിച്ചിട്ടുള്ളൂ. അപ്പൊ ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ അർജുൻ അവിടെ എത്തിയപ്പോഴേക്കും അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, എടോ ദേ ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം എന്നിങ്ങനെ പറയാണ്. അത് കേട്ട് അഞ്ജലി പറയണേ, താമസിക്കുന്ന സ്ഥലമെന്നോ? രാജുവിന്റെ വീടാണെന്ന് പറഞ്ഞാൽ പോരെ? അതായത് രാജുവിന്റെ അച്ഛനും അമ്മയും പെങ്ങളും ബ്രദറും എല്ലാവരും കൂടി നിൽക്കുന്ന ആ ഒരു വീടാന്ന് പറയേണ്ടതല്ലേ? അങ്ങനെ വേണമെങ്കിലും പറയാം. നീന പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ നോക്കുവാട്ടോ. അപ്പൊ അർജുൻ ചോദിക്കണ്ടേ, തനിക്ക് ഈ വീട് ഇതിനു മുമ്പ് കണ്ട എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഈ വീട് ഇരുട്ടല്ലേ രാജു, ഒന്നും കാണുന്നില്ല, ലൈറ്റ് മാത്രമേ തെളിയിച്ചിട്ടുള്ളൂ, എന്നാലും എവിടെയൊക്കെ ഒരു കണ്ട് പരിചയം പോലെ തോന്നുന്നുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, താനിവിടെ ഇരിക്കും, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചുണർത്തിക്കൊണ്ടുവരാം. നിക്ക് സമയം എത്രയും നോക്കട്ടെ. 3:30 ആയോ? കുറച്ചു സമയം കൂടി അല്ലേ ഉള്ളു രാജു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇപ്പൊ അവരെ വിളിച്ചുണർത്തി എന്നെ കാണിക്കാൻ നിൽക്കണ്ട, രാവിലെ ആയിട്ട് അവരെ പോയി കാണാം, എന്നിട്ട് സംസാരിക്കാം. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് മയങ്ങാം ഈ വണ്ടിയും തന്നെ. രാജു അത് കേട്ടോ? എന്ത്? ഒരു കുയിലിന്റെ ശബ്ദം. ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്കിലേ ഞാൻ കേട്ടു കുയിലിന്റെ ശബ്ദം. കുയില് എന്താ രാത്രിയായിട്ട് ഉറങ്ങിയില്ലേ? നമ്മളെ പോലെ ഇണക്കുരുവികളായിരിക്കും, അതുകൊണ്ട് അവർ ഉറങ്ങാതിരിക്കുന്നത്. അതോ രാവിലെ ആയിട്ട് എഴുന്നേറ്റതായിരിക്കും അവര്? എനിക്കറിയില്ലടോ. എന്തായാലും കുയിലിന്റെ സൗണ്ട് കേട്ടിരിക്കാൻ നല്ല രസമാണല്ലേ? അതെ, പക്ഷെ എനിക്ക് കുയിലിനെ ഇഷ്ടമല്ല എന്ന് അഞ്ജലി പറയാണ്. അതെന്താ? കുയില് കള്ളത്തരം കാണിക്കും, കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും, കള്ളത്തരം കാണിക്കും. എനിക്ക് കള്ളത്തരവും ചതിയും കാണിക്കുന്നവരെ ഇഷ്ടമല്ല. എന്നിട്ടും ഞാൻ കള്ളത്തരം കാണിച്ചു എന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പില്. അവരൊരുപാട് വേദനിച്ചു. അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം. ഇനി ആ ഒരു വേദന രാജുവിന്റെ വീട്ടുകാർക്കും കൊടുക്കാൻ പാടില്ല. കാര്യങ്ങളൊക്കെ അവരോട് നമ്മൾ തുറന്നു പറയണം. അതിനുള്ള സമയമായി. താൻ അധികം സംസാരിക്കണ്ട, കിടന്ന് കുറച്ചു നേരം മയങ്ങിക്കോ എന്ന് പറയാണ്. ശരി, ഗുഡ് നൈറ്റ് രാജു, നല്ലൊരു സുഖമായിട്ട് കിടന്നുറങ്ങും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പതിക്കൊന്ന് വണ്ടിയിൽ തന്നെ തല വെച്ച് ഇങ്ങനെ മയങ്ങുവാട്ടോ. അർജുൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് കാറിൽ കിടന്നുറങ്ങുന്ന അഞ്ജലിനെ ഒന്ന് നോക്കുകയാണ്. ശേഷം വീടിന്റെ മുറ്റത്ത് അങ്ങനെ ഇരിക്കുകയാണ്.
എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, നാളെ രാവിലെ ആകുമ്പോഴറിയാം ഗുഡ് ആണോ ബാഡ് ആണോ എന്ന്. എന്തായാലും വരുന്നിടത്തിച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അർജുനും അവിടെ വെറുതെ ഒന്ന് തല ചായച്ചിട്ട് ഇങ്ങനെ കിടക്കുവാട്ടോ, ഉറങ്ങണമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്ന ശിവരാമനെയാണ്. ശിവരാമൻ സമയം ഒരുപാട് വൈകിട്ടും ഉറങ്ങിയിട്ടില്ല. അഞ്ജലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലിയും രാജീവും കൂടി മുറ്റത്ത് വന്ന് നിന്നതും വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞതും ക്ഷമിക്കണമെന്ന് പറഞ്ഞതും തന്റെ അച്ഛന്റെ അമ്മയുടെ കാല് പിടിച്ച് തന്റെ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതും ഒന്നും കേൾക്കാതെ നമ്മുടെ ശിവരാമനും അതുപോലെ തന്നെ നമ്മുടെ ശ്യാമളയും കൂടി നിന്നതും പിന്നീട് അനുപമ വന്നിട്ട് അർജുൻ അത് രാജീവല്ല അർജുനാണെന്നും രാഘവനുണ്ണിയുടെ രണ്ടാമത്തെ മകനാണെന്നും എന്നൊക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് ശിവരാമൻ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കാട്ടോ. അവിടെ ശ്യാമള അന്വേഷിച്ചു വരുന്നുണ്ട്. ഈശ്വര, ഈ മനുഷ്യൻ ഇത് എവിടെ പോയി? ഇനി എവിടെയെങ്കിലും തലചുറ്റി വീണോ? അതെവിടെയെങ്കിലും ഇറങ്ങിപ്പോയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് ശ്യാമള പുറത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും ശിവരാമൻ ഇരിക്കുകയാണ്. അഞ്ജലി കഴിഞ്ഞ ദിവസം മഴ തന്നെ ഇരുന്നില്ലേ, അതേ അവിടെ തന്നെ ഇരിക്കാട്ടോ. മനുഷ്യ, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കായിരുന്നോ? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. നിങ്ങൾ അന്വേഷിച്ച് എത്ര നേരം തന്നെ നടക്കണേന്ന് അറിയാവോ? നിങ്ങൾ എന്താ ഉറങ്ങാത്തത്? ഞാൻ വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിന്ന്. നിങ്ങൾക്ക് മരുന്ന് കഴിക്കണമെന്നില്ലേ? എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കും മനുഷ്യ. എന്തിനാ ശ്യാമളെ? ഞാൻ മരുന്ന് കഴിച്ചിട്ട് എനിക്കിന്ന് ജീവിക്കണമെന്നൊന്നുമില്ല, മടുത്തു. എവിടെയെങ്കിലും പോയി ചത്തൊടുങ്ങിയാൽ മതി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാനില്ലേ നിങ്ങൾക്ക്. നോക്ക്, അഞ്ജലിയുടെ കാര്യം ഓർത്തിട്ടാ വിഷമിച്ചിരിക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അഞ്ജലി നമ്മൾ കെട്ടിച്ചു വിട്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം. അവളുടെ ഭർത്താവിന്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്. ശ്യാമളെ, നിനക്കറിയില്ലേ, അത് രാജീവല്ല അർജുനാണ്. ആ രാഘവനുണ്ണിയുടെ രണ്ടാമത്തെ മകൻ. രാഘവനുണ്ണി ചതിയനാണ്, കൊടും ചതിയൻ. എനിക്കിപ്പോ തോന്നുവാണ് അയാളുടെ മകനെ കൊണ്ട് നമ്മുടെ മോളെ മനഃപൂർവ്വം പ്രണയത്തിൽ കൊണ്ടുപോയി വീഴ്ത്തി വിവാഹം കഴിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവരെന്തെങ്കിലും ചെയ്യുമെന്ന് പോലും എനിക്ക് പേടിയാവുന്നുണ്ട്. നോക്ക്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവളുടെ വിധിയാണ്, അവള് തെരഞ്ഞെടുത്ത ജീവിതമാണത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യ? നമുക്ക് നോക്കാം. നിങ്ങൾ മരുന്ന് കഴിക്കേ. ഞാൻ കഴിക്കാടി, നിനക്ക് വേണ്ടി. ഞാനുണ്ടെങ്കിലല്ലേ നീ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിവരാമനും ശ്യാമളും കൂടി ചെറിയൊരു സന്തോഷത്തോടെ അകത്തേക്ക് പോകും കേട്ടോ. പിന്നീട് കാണിക്കാൻ രാവിലെയാണ്. രാവിലെ തന്നെ ശംഖുചക്രത്തിൽ എല്ലാവരും എഴുന്നേറ്റ് ചായയൊക്കെ കുടിക്കുന്ന തിരക്കാട്ടോ. അപ്പോ അനുപമ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ ഇന്ന് ബാഡ്മിന്റൺ കളിക്കാൻ പോയില്ലേ? ഇല്ല മോളെ, ഇന്ന് കുറച്ച് പണിത്തിരക്കുണ്ട്, അത് ചെയ്തു തീർത്തിട്ടെ ഞാൻ എവിടേക്കും പോകുന്നുള്ളൂ. ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ചായയായിട്ട് നമ്മുടെ അനുപമ മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ അർജുൻ അവിടെ സ്വിമ്മിംഗ് പൂൾ അല്ല, ചെറിയൊരു ഇതുണ്ട് അവിടെ, റിംഗ് ഉണ്ട്. ആ റിംഗിൽ ഇങ്ങനെ കിടക്കുകയാണ്. അയ്യോ, ഇവൻ രാവിലെ എത്തിയോ? ഇനി അവന്റെ കൂടെ എങ്ങാനും അവളുണ്ടോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ഇങ്ങനെ എത്തി നോക്കുമ്പോ അഞ്ജലിനെ കാണുന്നില്ല കേട്ടോ. ഭാഗ്യം, അവളില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അനുപമ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അർജുൻ എഴുന്നേക്കുന്നുണ്ട്. എടുത്തി, അതിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്, കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാവണവരെ ഇവിടെ വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ അനുപമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനോട്. ആ സമയത്ത് അഞ്ജലി പതുക്കെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കണ്ണു തുറക്കാട്ടോ. പെട്ടെന്നാണ് അഞ്ജലി ഞെട്ടിപ്പോണത്. നോക്കുമ്പോ ദേ നിൽക്കുന്നു മുമ്പിൽ നമ്മുടെ ശംഖുചക്രം തറവാട്. അത് കണ്ട് അഞ്ജലി ആകെ ഷോക്കായി പോയി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.